ഞാനിവിടെ പറയുന്ന വിഷയം ജാതി നിർണയം. ഗുരുദേവന്റെ പ്രബോധനാത്മക കൃതികളിൽ ഒന്നാണ് ജാതി നിർണയം. 1914 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് എഴുതിയതാണെന്ന് കരുതപ്പെടുന്നു. ജാതി നിഷേധത്തിന്റെ ശാസ്ത്രീയമായ പൊരുൾ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഉത്തമ കൃതിയാണ് ജാതി നിർണയം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന അദ്വൈത മന്ത്രം ഈ കൃതിയിൽ കൂടിയാണ് ഗുരുദേവൻ വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലെ ഒരു കടാവിളക്കായി ഈ കൃതി എന്നും വിളങ്ങും. 14 ചെറുവരികളിലൂടെ എഴുതിയിട്ടുള്ള ഈ കൃതിയുടെ ആദ്യത്തെ 4 വരി സംസ്കൃതത്തിലും പിന്നീട് വരുന്ന 2 വരികൾ വരുന്ന പദ്യങ്ങൾ ശുദ്ധ മലയാളത്തിലുമാണ് ഗുരു എഴുതിയിരിക്കുന്നത്. അതെന്തെന്നാൽ അക്കാലത്തെ ബ്രാഹ്മണർ, വിദ്യാഭ്യാസമുള്ള ബ്രാഹ്മണർ എല്ലാം തന്നെ സംസ്കൃത ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. പറയർ തുടങ്ങിയ കീഴ്ജാതിയർക്ക് ശുദ്ധ മലയാളം മാത്രമേ അന്ന് അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബ്രാഹ്മണർക്കും കീഴ്ജാതിക്കാരായ അധകൃത വർഗക്കാർക്കും ഒപ്പം മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ കൃതി രചിച്ചത് എന്ന് കരുതുന്നു. ഇതിൻ്റെ ആദ്യത്തെ 4 വരി ഞാനിവിടെ ചൊല്ലും, അതിൻ്റെ അർത്ഥം പറയും. അതിനുശേഷം 2 വരി വീതം ചൊല്ലി അർത്ഥം പറയുന്നതാണ്. ഒന്നാമത്തേത്: മനുഷ്യാണാം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാദിരസൈവം ഹാ തത്വം വേത്തി കോ അഭിന. മനുഷ്യരെ ജന്മസിദ്ധമായ ജാതി മനുഷ്യത്വമാണ്. പശുക്കൾ തുടങ്ങിയ ജന്തുക്കളിൽ ഗോവ് എന്ന ഭാവം വരുന്നതുകൊണ്ട് ഗോത്വം എന്ന ജാതി പറയാം. മനുഷ്യനെ ജനനത്താൽ കിട്ടിയിട്ടുള്ളതായി കരുതപ്പെടുന്ന ബ്രാഹ്മണാദി ജാതി ഇപ്രകാരം യുക്തിയൊന്നും ഉള്ളതല്ല. അയ്യോ കഷ്ടം! യഥാർത്ഥം ആരും തന്നെ അറിയുന്നതേയില്ല. 2. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. മനുഷ്യന് ജാതി ഒന്നേയുള്ളൂ, മതം ഒന്നേയുള്ളൂ, ദൈവം ഒന്നേയുള്ളൂ, ഉൽപ്പത്തി ഒന്നേയുള്ളൂ. അതാണ് മനുഷ്യശ്രീയുടെ ഗർഭപാത്രം. അതിന് ആകൃതി ഒന്നേയുള്ളൂ, മനുഷ്യാകൃതി. ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യരെല്ലാം ഒരു ജാതിയിലുള്ളതാണെന്ന് തന്നെ നിസ്സംശയം പറയാവുന്നതാണ്. പക്ഷേ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന അദ്വൈത മന്ത്രത്തിലൂടെ ഗുരുവിനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗുരുവിൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുന്നത് തൻ്റെ ഗദ്യപ്രാർത്ഥനയിലൂടെയാണ്. നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെ ഞാൻ ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും ഇടവിടാതെ ചിന്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഗുരു നമ്മളെ പഠിപ്പിച്ചു. ഇവിടെ നാം എന്നത് പരമാത്മാവായ ഗുരുദേവനും ഞാൻ എന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. 3. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിൽ ഉള്ളതാ. മനുഷ്യന്റെ സന്താന പരമ്പരകളിലെല്ലാം പിറക്കുന്നത് മനുഷ്യവർഗത്തിൽ നിന്നാണല്ലോ. അപ്പോൾ മനുഷ്യരെല്ലാം ഒരു ജാതിയിലുള്ളതാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. 4. നരജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു വിപ്രനും, പറയൻ താനും എന്തുള്ളതന്തരം നരജാതിയിൽ. മനുഷ്യവർഗത്തിൽ നിന്നാണല്ലോ പറയനും വിപ്രനും പിറക്കുന്നത്. പക്ഷേ വിവേകം കൊണ്ടും ഗുണം കൊണ്ടും കർമ്മം കൊണ്ടും സാമർഥ്യം കൊണ്ടും ഒക്കെ മനുഷ്യർ തമ്മിൽ വിവേചനം കാണുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യരെല്ലാം ഒരു ജാതിയുള്ളതാണെന്ന് പറയാൻ സാധിക്കുന്നത്? അതിനുള്ള ഉത്തരം അടുത്ത പദ്യത്തിൽ കാണാം. പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു, മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയും. പുരാതന കാലത്തെ
വേദവ്യാസന്റെ പിതാവായ പരാശര മഹർഷി അദൃശ്യന്തി എന്നു പേരായ പറച്ചിയിൽ നിന്ന് ജനിച്ചതായി കാണുന്നു. വേദങ്ങളെ ചിട്ടപ്പെടുത്തി ബ്രഹ്മസൂത്രം രചിച്ച വേദവ്യാസൻ മത്സ്യഗന്ധി എന്നു പേരായ മുക്വസ്ത്രയിൽ ജനിച്ചതായി കാണുന്നു. പൂർണ്ണ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പശുപാലകനായിട്ടാണ് ജനിച്ചതെന്നും കാണുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജന്മം കൊണ്ട് പറയുന്നതായിട്ടുള്ള എല്ലാ വിവേചനങ്ങളും കൃത്രിമങ്ങളാണെന്ന് അറിയേണ്ടതാണ്. വിവേകികൾ സദാ മനുഷ്യ സമത്വത്തിനായി യത്നിക്കേണ്ടതാണ്. മനുഷ്യ സമത്വത്തിനായി പ്രകാശമയമായ മാർഗം തെളിയിച്ച ഗുരുദേവനെ നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം പ്രണമിക്കാം. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ.